ഹായ് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഫോണിലെ ആപ്പുകൾക്കും കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമുകൾക്കുമൊക്കെ എന്തിനാണിങ്ങനെ തുടർച്ചയായി അപ്ഡേറ്റുകൾ വരുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരി, ഇന്ന് നമ്മൾ സോഫ്റ്റ്വെയറിന്റെ ആ ഒരു രഹസ്യ ലോകത്തേക്ക് ഒന്നെത്തി നോക്കാൻ പോവാണ്. അതെ, ഇതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു പ്രധാന ചോദ്യം, അല്ലേ? എന്തിനാണ് എന്റെ ആപ്പുകൾക്കും പ്രോഗ്രാമുകൾക്കും ഇത്രയധികം അപ്ഡേറ്റുകൾ? ഒരു തവണ ഉണ്ടാക്കിയിറക്കിയാൽ പിന്നെ അതങ്ങനെ അങ്ങ് ഉപയോഗിച്ചാൽ പോരെ? പക്ഷേ സംഭവം അത്ര സിമ്പിളല്ല. അതിനൊരു രസകരമായ കാരണമുണ്ട്. അതിനുള്ള ഉത്തരം ഈയൊരു താരതമ്യത്തിലുണ്ട്. സോഫ്റ്റ്വെയർ ഒരു പാലം പണിയുന്നത് പോലെയല്ല, മറിച്ച് ഒരു പൂന്തോട്ടം വളർത്തുന്നത് പോലെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പാലം നമ്മൾ പണിതാൽ പിന്നെ വർഷങ്ങളോളം അതിന് വലിയ മാറ്റങ്ങളൊന്നും വേണ്ട. പക്ഷെ ഒരു പൂന്തോട്ടത്തിന്റെ കാര്യമോ? അതിന് എല്ലാ ദിവസവും ശ്രദ്ധ വേണം. വെള്ളമൊഴിക്കണം, വളമിടണം, ആവശ്യമില്ലാത്ത കളകൾ പറിച്ചു കളയണം, കാലത്തിനനുസരിച്ച് പുതിയ ചെടികൾ വെച്ച് പിടിപ്പിക്കണം. സോഫ്റ്റ്വെയറും ശരിക്കും പറഞ്ഞ അതുപോലെയാണ്. എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ജീവനുള്ള ഒന്ന്. ടെക്നിക്കലായി ഈ ഒരു നിരന്തരമായ വളർച്ചയ്ക്കും പരിചരണത്തിനും നമ്മൾ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ എവല്യൂഷൻ. അതായത്, ഒരു സോഫ്റ്റ്വെയർ നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പുതിയ കാലത്തിന് ചേർന്ന രീതിയിൽ ഉപയോഗപ്രദവും പ്രസക്തവുമാക്കി നിലനിർത്താൻ വേണ്ടി തുടർച്ചയായി മാറ്റങ്ങൾ വരുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു പ്രോസസ്സാണിത്. നമ്മുടെ പൂന്തോട്ടം എപ്പോഴും ഫ്രഷായി നിർത്തുന്നത് പോലെ തന്നെ. ശരി, അപ്പൊ സോഫ്റ്റ്വെയർ ഒരു പൂന്തോട്ടം പോലെയാണ് വളരുന്നത് എന്ന് നമ്മൾക്കിപ്പം മനസ്സിലായി. ഇനി ഈ വളർച്ചാ പ്രക്രിയ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഒന്ന് നോക്കാം. എന്തിനാണ് എപ്പോഴും ഈ മാറ്റങ്ങൾ? കാരണം സിമ്പിളാണ്. നമ്മൾ ജീവിക്കുന്ന ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ബിസിനസ് ആവശ്യങ്ങൾ വരും, പുതിയ ടെക്നോളജികൾ വരും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ അതിലെ അടിപൊളി ക്യാമറ ഫീച്ചറുകൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പോലുള്ള ആപ്പുകളും അതിനനുസരിച്ച് മാറണ്ടേ? അതുപോലെ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ബഗ്സ്, അതൊക്കെ പരിഹരിക്കണം. പിന്നെ എപ്പോഴും ഒരു ആപ്പിന്റെ വേഗതയും പെർഫോമൻസും ഇംപ്രൂവ് ചെയ്യാനും ചാൻസ് ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ, ലോകം മാറുമ്പോൾ സോഫ്റ്റ്വെയറും മാറിയേ പറ്റൂ. അപ്പോ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഫോണിലേക്ക് എത്തുന്നത് വെറുതെയല്ല, കൃത്യമായ ഈ 5 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്നാമത്തേത്, നമ്മളെപ്പോലുള്ള യൂസേഴ്സ് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഫീച്ചർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാവശ്യപ്പെടും. 2, ഇംപാക്റ്റ് അനാലിസിസ്. അതായത്, ഡെവലപ്പർമാർ ഈ മാറ്റം സോഫ്റ്റ്വെയറിന്റെ വേറെ ഏതൊക്കെ ഭാഗങ്ങളെ ബാധിക്കുമെന്ന് പഠിക്കും. ഒരു ചെറിയ മാറ്റം വേറെവിടെയെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന് മുൻകൂട്ടി നോക്കും. മൂന്നാമതായി, ഈ മാറ്റം വരുത്താൻ എത്ര സമയം, പണം, ആളുകൾ വേണം എന്നൊക്കെ കണക്കാക്കി ഒരു പ്ലാൻ റെഡിയാക്കും. 4ാമത്തെ സ്റ്റെപ്പിലാണ് യഥാർത്ഥ കോഡിംഗ് നടക്കുന്നത്. അവസാനം 5ാമത്തെ ഘട്ടത്തിൽ, പുതിയ മാറ്റം കാരണം പഴയതൊന്നും കേടായിട്ടില്ല എന്നുറപ്പാക്കാൻ പലതവണ ടെസ്റ്റ് ചെയ്യും. എല്ലാം ഓക്കെയാണെങ്കിൽ മാത്രം ആ അപ്ഡേറ്റ് നമുക്കെല്ലാവർക്കുമായി റിലീസ് ചെയ്യും. ഇതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോ സോഫ്റ്റ്വെയർ ഇങ്ങനെ വളർന്നാൽ മാത്രം പോരല്ല, അല്ലേ? അതിനെ ആരോഗ്യത്തോടെ നിർത്തുകയും വേണ്ടേ? ഒരു പൂന്തോട്ടത്തിൽ പുതിയ ചെടികൾ നടുന്നതുപോലെ തന്നെ പ്രധാനമാണ് അതിലെ അസുഖങ്ങൾ വരാതെ നോക്കുന്നതും. അതാണ് സോഫ്റ്റ്വെയർ മെയിന്റനൻസ്. അതിൽ പ്രധാനപ്പെട്ട 4 രീതികളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അതെ, നമ്മുടെ ആപ്പുകളെയും പ്രോഗ്രാമുകളെയും ആരോഗ്യത്തോടെ നിർത്താൻ പ്രധാനമായും 4 തരം ചികിത്സാ രീതികളാണുള്ളത്. അവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് കറക്റ്റീവ് മെയിന്റനൻസ്. പേര് പറയുന്നതുപോലെ തന്നെ കേടായത് നന്നാക്കൽ. ഒരു ആപ്പ് പെട്ടെന്ന് ക്രാഷ് ആവുന്നത്, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റാതെ വരുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇതിലാണ്. രണ്ടാമത്തേത് അഡാപ്റ്റീവ് മെയിന്റനൻസ്. ഇത് സോഫ്റ്റ്വെയറിനെ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ ഫോണിൽ പുതിയ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുമ്പോൾ ആപ്പുകളും അപ്ഡേറ്റ് ആകുന്നത് കണ്ടിട്ടില്ലേ? അതാണ് സംഭവം. മൂന്നാമത്തേത് പെർഫെക്റ്റീവ് മെയിന്റനൻസ്. ഇത് നിലവിലുള്ളതിനെ കൂടുതൽ മെച്ചതും വേഗതയേറിയതും ശക്തവുമാക്കുന്നു. ഒരു ആപ്പ് തുറന്നുവരാനുള്ള സമയം കുറയ്ക്കുന്നത് ഇതിനൊരു നല്ല ഉദാഹരണമാണ്. അവസാനമായി പ്രിവെന്റീവ് മെയിന്റനൻസ്. ഇത് ഭാവിയിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലാണ്. പഴയതും ആവശ്യമില്ലാത്തതുമായ കോഡുകളൊക്കെ ക്ലീൻ ചെയ്ത് സിസ്റ്റം വൃത്തിയായി വെക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ എവല്യൂഷനും കണ്ടു, മെയിന്റനൻസും കണ്ടു. ഇവ രണ്ടും ചേരുമ്പോഴാണ് സോഫ്റ്റ്വെയർ എന്തുകൊണ്ടാണ് ഒരിക്കലും പൂർത്തിയാവാത്തത്, അല്ലെങ്കിൽ ഉറങ്ങാത്തത് എന്ന് നമുക്ക് ശരിക്കും പിടികിട്ടുന്നത്. ഇതിന്റെയെല്ലാം കാതലായ ആശയം ഇത്രയുള്ളൂ: എവല്യൂഷൻ സോഫ്റ്റ്വെയറിനെ കാലത്തിനനുസരിച്ച് പ്രസക്തമാക്കി നിർത്തുന്നു, അതായത് ഔട്ട്ഡേറ്റഡ് ആവാതെ നോക്കുന്നു. അതേസമയം മെയിന്റനൻസ് അതിനെ യാതൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടും പോകുന്നു. ഒന്ന് വളർച്ചയ്ക്കും മറ്റേത് നിലനിൽപ്പിനും.
നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഈ ഒരു വാചകത്തില് ഭംഗിയായി സംഗ്രഹിച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയർ എവല്യൂഷൻ ഒരു സിസ്റ്റം പ്രസക്തമായി തുടരുന്നു എന്നുറപ്പാക്കുന്നു. അതേസമയം മെയിന്റനൻസ് അതിന്റെ ജീവിതചക്രത്തിലുടനീളം ഉപയോഗയോഗ്യവും കാര്യക്ഷമവും തെറ്റുകുറ്റങ്ങളില്ലാത്തതുമായി നിലനിർത്താൻ സഹായിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവ രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. അപ്പോ ഈ ഒരു ചോദ്യം ബാക്കിയാണ്. ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഒരു സോഫ്റ്റ്വെയർ എപ്പോഴെങ്കിലും ശരിക്കും പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇനി അടുത്ത തവണ നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പിന് അപ്ഡേറ്റ് വരുമ്പോൾ അതിന് പിന്നിലെ ഈ അവസാനിക്കാത്ത പൂന്തോട്ട പരിപാലനത്തെക്കുറിച്ച് ഒരു നിമിഷം ഓർത്തു നോക്കൂ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. നന്ദി.